1986 ഏപ്രിൽ 26 ഇന്നത്തെ വടക്കൻ യുക്രൈനിലെ ചെർണോബിൽ ആണവ നിലയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം അരങ്ങേറി. ഒരു പരീക്ഷണത്തിനിടെ പ്ലാന്റിലെ റിയാക്ടറുകളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചതിന് ശേഷം അത് അനിയന്ത്രിതവും ഉയർന്ന ഊർജ്ജമുള്ളതുമായ വികിരണം പുറന്തള്ളി. ഒടുവിൽ ബെലാറസ്, റഷ്യ, യുക്രൈൻ എന്നിവിടങ്ങളിലായി ഏകദേശം 58,000 ചതുരശ്ര മൈൽ പ്രദേശം മലിനമാക്കി. താമസിയാതെ അപകടത്തിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ വ്യാപനം കുറയ്ക്കുന്നതിന് പ്ലാന്റിന് ചുറ്റുമുള്ള ആയിരക്കണക്കിന് അണുവികിരണം കൊണ്ട് മലിനമായ മൃഗങ്ങളെ കൊന്നൊടുക്കാൻ ലിക്വിഡേറ്റർമാർ എന്ന് വിളിക്കപ്പെടുന്ന ശുചീകരണ തൊഴിലാളികളെ ചുമതലപ്പെടുത്തി. ഒഴിപ്പിക്കൽ സമയത്ത് ഉപേക്ഷിക്കപ്പെട്ട വളർത്തുനായ്ക്കളും ഇതിൽ ഉൾപ്പെട്ടു. ഇന്ന് ചെർണോബിലിൽ ശേഷിക്കുന്ന വികിരണത്തിൻ്റെ അളവ് ഭൂപ്രകൃതിയിലുടനീളം വ്യത്യാസപ്പെട്ടാണ് കാണുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള പശ്ചാത്തല വികിരണത്തേക്കാൾ കുറഞ്ഞ അളവിൽ നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഇത് ശരാശരി വാർഷിക വികിരണ എക്സ്പ്ലോഷറിൻ്റെ ആയിരക്കണക്കിന് മടങ്ങ് ഉയർന്ന നിലയിലാണ്. നമസ്കാരം, ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെർണോബിൽ എക്സ്പ്ലോഷൻ സോണിൽ അതിജീവിച്ച ജീവികളുടെ ജീനോമുകളെ ദീർഘകാല റേഡിയേഷൻ എക്സ്പ്ലോഷർ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇതിൽ റേഡിയേഷൻ എക്സ്പ്ലോഷറും വ്യത്യസ്ത ജീവികളിൽ അതുണ്ടാക്കിയ മാറ്റങ്ങളും തമ്മിലുള്ള ബന്ധം കൃത്യമായി മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. ഒരു ലാബിലെ വൃത്തിയുള്ള അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി 19 മൈൽ റേഡിയസുള്ള എക്സ്ക്ലൂഷൻ സോൺ പോലുള്ള യഥാർത്ഥ സ്ഥലങ്ങൾ എല്ലാത്തരം സങ്കീർണ ഘടകങ്ങളോടും കൂടിയതാണ്. ഇത് യഥാർത്ഥത്തിൽ വിഷാംശം നിറഞ്ഞതും അപകടകരവും അർബുദകാരിയുമായ രാസവസ്തുക്കളുടെ ഒരു കോക്ടെയിലാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അവയുടെ സംയോജനമോ നമ്മൾ കാണുന്ന തരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് നോർത്ത് കരോലിന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജനിതക ശാസ്ത്രജ്ഞനായ മാത്യു ബ്രീൻ പറയുന്നത്. എക്സ്പ്ലോഷൻ സോണിൽ ചുറ്റിത്തിരിയുന്ന ഉപേക്ഷിക്കപ്പെട്ട വളർത്തുമൃഗങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാകാൻ സാധ്യതയുള്ള സ്വതന്ത്രമായി വളരുന്ന നായ്ക്കൾക്ക് റേഡിയേഷൻ എക്സ്പ്ലോഷറിനെക്കുറിച്ചും ജനിതക മാറ്റങ്ങളെക്കുറിച്ചും ചില സൂചനകൾ നൽകാൻ കഴിയുന്നുണ്ട്. 2023 ഒരു പഠനത്തിൽ എക്സ്ക്ലൂഷൻ സോണിൽ ജീവിക്കുന്ന നായ്ക്കൾ സമീപത്തുള്ള മറ്റ് നായ്ക്കളുടെ ഇടയിൽ നിന്ന് ജനിതകമായി വ്യത്യസ്തമാണെന്ന് ശാസ്ത്രജ്ഞർ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ 2024 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച പുതിയ ഗവേഷണത്തിൽ പറയുന്നത് ചില വിദഗ്ധർ സംശയിച്ചിരുന്നത് പോലെ ആ വ്യത്യാസങ്ങൾ റേഡിയേഷൻ്റെ ഫലമായി മാത്രമല്ല ഉണ്ടാകാൻ സാധ്യത എന്നാണ്. അപ്പോൾ ചെർണോബിലിലെ നായ്ക്കൾ റേഡിയേഷൻ്റെ നേരിട്ടുള്ള ഫലങ്ങൾ കാരണം ദ്രുതഗതിയിലുള്ള പരിണാമം സംഭവിക്കുന്നില്ല എങ്കിൽ അതിന് കാരണമാകുന്നത് മറ്റെന്തോ ആണ്. ദുരന്ത മേഖലകളിലെ ഇത്തരത്തിലുള്ള ജനിതക ഡിറ്റക്റ്റീവ് പ്രവർത്തനങ്ങൾ അടുത്തിടെ വരെ നായ്ക്കളെപ്പോലുള്ള വലിയ സസ്തനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ബ്രീനിനെ പോലുള്ള ഗവേഷകർ മുമ്പ് സാധ്യമല്ലാതിരുന്ന ഉത്തരങ്ങൾ കണ്ടെത്താൻ ഹൈടെക്കും കൂടുതൽ സെൻസിറ്റീവും ആയ സ്ക്രീനിംഗ് രീതികളാണ് ഉപയോഗിക്കുന്നത്. 2017 US-ൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള ഒരു സംഘം എക്സ്ക്ലൂഷൻ സോണിലും പരിസരത്തും സ്വതന്ത്രമായി വിഹരിക്കുന്ന നായ്ക്കളുടെ ജനിതക സാമ്പിളുകൾ ശേഖരിച്ച് വിശകലനം ചെയ്യാൻ തുടങ്ങി. 2023 പ്രബന്ധം അനുസരിച്ച് അടുത്തുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ നായ്ക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എക്സ്ക്ലൂഷൻ സോണിലെ ജനസംഖ്യയിൽ പ്രകടമായ ജനിതക വ്യത്യാസങ്ങൾ അവർ കണ്ടെത്തി. കൂടാതെ ചെർണോബിൽ സിറ്റിയിൽ നിന്ന് ഏകദേശം 10 മൈൽ അകലെ ജീവിക്കുന്ന നായ്ക്കളെയും അവർ കണ്ടെത്തി. 2024 അവരുടെ പഠനത്തിൽ ബ്രീനും സഹപ്രവർത്തകരും ക്രോമസോം തലത്തിലും ജീനോം തലത്തിലും വർദ്ധിച്ച മ്യൂട്ടേഷൻ നിരക്കുകൾക്കായി തിരഞ്ഞു. കൂടാതെ നായ്ക്കളുടെ DNA തന്മാത്രാ നിർമ്മാണ ബ്ലോക്കുകളായ സിംഗിൾ ന്യൂക്ലിയോടൈഡുകളിലേക്ക് പോലും അവർ സൂം ചെയ്തു. അപകടത്തിൽ നിന്ന് ഏകദേശം 30 തലമുറകൾ നീക്കം ചെയ്യപ്പെട്ട നായ്ക്കളാണെങ്കിലും അതിജീവന നേട്ടം നൽകിയാൽ ഈ മ്യൂട്ടേഷനുകൾ ഇന്നത്തെ ജനസംഖ്യയിലേക്ക് കൈമാറപ്പെടും.
എക്സ്ക്ലൂഷൻ സോൺ നായ്ക്കളിൽ കാണപ്പെടുന്ന ജനിതക മാറ്റങ്ങൾ അതിജീവനത്തെയും പുനരുൽപ്പാദനത്തെയും ബാധിക്കുമോ എന്ന് നിർണ്ണയിക്കേണ്ടത് നിർണായകമാണെന്ന് ഫ്രാൻസിലെ ന്യൂക്ലിയർ സേഫ്റ്റി ആൻഡ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അതോറിറ്റിയിലെ മുതിർന്ന ഗവേഷകയായ ക്രിസ്റ്റല്ലെ ആദം ഗില്ലർമിൻ പറയുന്നു. ഇതിന് നായ്ക്കളുടെ ജനിതക വ്യത്യാസങ്ങളിലെ ജീൻ എക്സ്പ്രഷനിലെയും പ്രവർത്തനപരമായ പ്രതികരണങ്ങളെയും ഫിനോടൈപ്പുകളിലെ മാറ്റങ്ങൾ പോലെ സാധ്യതയുള്ള മാറ്റങ്ങളുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ മാറ്റങ്ങളുടെ അനന്തരഫലങ്ങൾ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ വ്യത്യസ്തമായ തെളിവുകൾ ലഭിക്കുന്നതിന് ജീനുകൾ, പ്രോട്ടീനുകൾ, ഫിനോടൈപ്പുകൾ എന്നിവയുടെ തലത്തിൽ പ്രതികരണങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും ആദം ഗില്ലർമിൻ പറയുന്നു. ഡാഫ്നിയ എന്ന ചെറിയ ക്രസ്റ്റേഷ്യൻ ഇനത്തിലും ബാങ്ക് വോളുകൾ എന്നറിയപ്പെടുന്ന എലികളിലും മ്യൂട്ടേഷനുകളുടെ വർധനവ് സംഭവത്തിന് ശേഷം വിട്ടുമാറാത്ത റേഡിയേഷൻ എക്സ്പ്ലോഷറുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. സൗത്ത് കരോലിന സർവകലാശാലയിലെ ബ്രീനിൻ്റെ സഹപ്രവർത്തകയായ തിമോത്തി മൗസോ നടത്തിയ ഗവേഷണം പക്ഷികൾ, പ്രാണികൾ, ചില സസ്തനികൾ തുടങ്ങിയ ഒഴിവാക്കൽ മേഖലയിൽ വസിക്കുന്ന ജീവികളിൽ വർദ്ധിച്ച മ്യൂട്ടേഷനുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ജനസംഖ്യ കുറയൽ എന്നിവയുടെ സൂചനകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ മറ്റ് ഗവേഷണ സംഘങ്ങൾക്ക് എക്സ്ക്ലൂഷൻ സോണിലെ എൽക്ക്, ചുവന്നമാൻ, കാട്ടുപന്നി എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ചില മൃഗങ്ങളുടെ എണ്ണം റേഡിയേഷൻ കുറയ്ക്കുന്നുണ്ടെന്നതിന് തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. വളരെ മലിനമായ പ്രദേശങ്ങളിൽ പോലും സസ്തനികളുടെ എണ്ണം സ്ഥിരമായി നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വ്യത്യസ്തങ്ങളായ ഈ ഫലങ്ങൾക്ക് നിരവധി വിശദീകരണങ്ങളുണ്ടാകാം. അതിൽ വ്യത്യസ്ത ഗവേഷണ രീതികളും ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയിലെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഘടകങ്ങളുടെ ഫലങ്ങളും ഉൾപ്പെടുന്നു. ജീവജാലങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത ഫലങ്ങൾ ജൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം എന്നാണ് ഗില്ലർമിൻ പറയുന്നത്. ഒരു പ്രത്യേക ജീവിയുടെ വികിരണത്തോടുള്ള പ്രതികരണം, വികിരണത്തോടുള്ള അവയുടെ അതുല്യമായ സംവേദനക്ഷമത, DNA കേടുപാടുകൾ കൈകാര്യം ചെയ്യുന്നതിലെ കാര്യക്ഷമത, പ്രത്യേക പരിസ്ഥിതി കുടിയേറ്റത്തിനുള്ള ജീവിയുടെ കഴിവ് അല്ലെങ്കിൽ കഴിവില്ലായ്മ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ചെർണോബിൽ പ്ലാന്റിനടുത്തുള്ള ഇപ്പോഴും വളരെ മലിനമായ റെഡ് ഫോറസ്റ്റ് മരങ്ങൾ മണ്ണിൽ നിന്ന് പോഷകങ്ങൾ എടുക്കുമ്പോൾ അവയ്ക്ക് ഉയർന്ന അളവിൽ വികിരണം ഏൽക്കാനിടയുണ്ടെന്ന് നായ്ക്കളെക്കുറിച്ചുള്ള 2 പഠനങ്ങളിലും പ്രവർത്തിച്ച നോർത്ത് കരോലിന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥിനിയായ മേഗൻ ഡില്ലൻ പറയുന്നു. ഉദാഹരണത്തിന്, ഒഴിവാക്കൽ മേഖലയിലെ പൈമരങ്ങളിൽ വർദ്ധിച്ച മ്യൂട്ടേഷൻ നിരക്ക് ഗവേഷകർ കണ്ടെത്തിയതിൻ്റെ കാരണം ഇത് വിശദീകരിക്കാൻ സഹായിക്കും. എന്നാൽ ഈ ഗവേഷണങ്ങൾക്ക് ഒരു പടി കൂടി മുമ്പോട്ട് പോകാനാവും. എക്സ്ക്ലൂഷൻ സോണിൽ ടീമിന് കൂടുതൽ രക്തസാമ്പിളുകൾ എടുക്കേണ്ടി വരുമെന്ന് ബ്രീൻ പറയുന്നു. എന്നാൽ 2020 മുതൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം എക്സ്ക്ലൂഷൻ സോണിൽ അടുത്തിടെ പഠിച്ച നായ്ക്കൾ ഇന്ന് താരതമ്യേന കുറഞ്ഞ അളവിലുള്ള റേഡിയേഷനുള്ള പവർ പ്ലാന്റിന് ചുറ്റുമുള്ള പ്രദേശത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന മനുഷ്യരുമായി ഇടപഴകാനുള്ള പ്രവണതയാണ് കാണിക്കുന്നത്. വാസ്തവത്തിൽ ശരീരത്തെ പൂർണ്ണമായ അന്വേഷണം ഉപയോഗിച്ച നായ്ക്കളിൽ റേഡിയേഷൻ എക്സ്പ്ലോഷറിൻ്റെ കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് കൊളംബിയ സർവകലാശാലയിലെ പരിസ്ഥിതി ആരോഗ്യ ശാസ്ത്രജ്ഞനായ നോർമൻ ക്ലീമൻ പറയുന്നു. നായ്ക്കൾ മനുഷ്യരോട് ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആളുകൾ എവിടെയാണോ അവിടെയാണ് അവർ ചുറ്റിത്തിരിയുന്നത്. അവിടെയാണ് അവർക്ക് ഭക്ഷണം ലഭിക്കുക. എക്സ്ക്ലൂഷൻ സോണിലെ നായ്ക്കളെ പോലുള്ള ചെറുതും ഒറ്റപ്പെട്ടതുമായ വിഭാഗങ്ങളിൽ ജീനുകളുടെ ചില പതിപ്പുകളുടെ ആവൃത്തി ക്രമരഹിതമായി ചാഞ്ചാടാൻ സാധ്യതയുണ്ട്. ജനിതക ചലനം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണിത്. ഇത് ഒരു ജനസംഖ്യയിൽ നിന്ന് ചില സ്വഭാവവിശേഷങ്ങൾ അപ്രത്യക്ഷമാകാനോ വളരെ സാധാരണമാകാനോ കാരണമാകും. ഇത് നായ്ക്കളുടെ സവിശേഷമായ ജനിതക ഘടനയെ വിശദീകരിക്കുന്നതാണ്. കൂടുതൽ ആവേശകരമായ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. പ്രകൃതി നിർദ്ധാരണം, അതായത് പ്രകൃതിയുടെ തിരഞ്ഞെടുപ്പ് നായ്ക്കളെ അനുകൂലിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. പ്രദേശത്ത് വ്യാപിച്ച എണ്ണമറ്റ വിഷവസ്തുക്കളിൽ നിന്ന് അവയ്ക്ക് സ്വയം രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് കാരണം. അണുവികിരണത്തിന് പുറമെ എക്സ്ക്ലൂഷൻ സോണിലെ വന്യജീവികൾക്ക് അപകടത്തെ തുടർന്ന് നശിച്ച റിയാക്ടറിലേക്ക് വലിച്ചെറിയപ്പെട്ട ആയിരക്കണക്കിന് ടൺ ലെഡും പ്രദേശത്ത് തളിച്ച കീടനാശിനികളുടെ കൂമ്പാരവും മറ്റ് അപകടങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. 38 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ മഹാദുരന്തത്തിൻ്റെ ഫലമായി
ആ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട നായ്ക്കൾ അതിജീവിച്ചത് ഒരുപക്ഷെ ഇതേ കാരണത്താലായിരിക്കാം എന്നാണ് ബ്രീൻ പറയുന്നത്. ചെർണോബിൽ ആണവ ദുരന്തത്തെ അവിടെ ഉപേക്ഷിക്കപ്പെട്ട ജീവിവർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിജീവിച്ചതെന്ന പരിശോധനകളുടെ കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.